നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 16 ഞായറാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഉക്രൈന് പിന്തുണ നൽകുന്നത് രാജ്യത്തിന്റെ ദേശീയ താൽപര്യത്തിന്റേതാണെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ സംഘടിപ്പിച്ച വെർച്വൽ ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, കാനഡ, ന്യൂസിലൻഡ് തുടങ്ങി 25 രാജ്യങ്ങളിലെ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ചർച്ചയിൽ പങ്കാളിയായി. ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിന്റെ പിന്തുണാ സമീപനം അവസാനിപ്പിക്കുകയും റഷ്യയുമായി സമാധാന ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തതിനു ശേഷം ഉക്രൈനെ സഹായിക്കുവാനായി യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആഹ്വാനം. ഗ്രീൻ മെറ്റൽസിനായി $850 ബില്യൺ ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് പ്രധാനമന്ത്രി ലോക വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി $850 ബില്യൺ ഫണ്ട് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയുടെ $1.7 ബില്യൺ ഫ്യൂച്ചർ മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ ഇന്നൊവേഷൻ ഫണ്ടിന്റെ ഭാഗമായാണ് ഈ തുക വിലയിരുത്തുക. സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് ട്രംപ് ഭരണകൂടം 25% താരിഫ് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രഖ്യാപനമെന്നതും പ്രത്യേകതയാണ്. സൌകര്യങ്ങൾ നവീകരിച്ചില്ലെങ്കിൽ 2032 ഒളിമ്പിക്സ് ഗെയിംസിലെ ടെന്നീസ് മത്സരങ്ങൾ ബ്രിസ്ബെയിനിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. അതിനാൽ പീഴ്സൺ ടെന്നീസ് സെന്ററിനെ മെച്ചപ്പെടുത്തുന്നതിനായി $113 ദശലക്ഷം പദ്ധതി മുന്നോട്ട് വെച്ചു. ഈ പദ്ധതിയിൽ 3000 സീറ്റുകളുള്ള പുതിയ അരീനയും 8 പുതിയ കോർട്ടുകളും ഉൾപ്പെടുന്നു. കൂടാതെ ഇവന്റിനായി താൽക്കാലിക സീറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സൌകര്യങ്ങൾ ആവശ്യമായ നിലവാരത്തിലല്ലെന്ന് ടെന്നീസ് ഓസ്ട്രേലിയയുടെ വക്താവ് വ്യക്തമാക്കി. പുതിയ 5ാം വരി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ച് NSW ആരോഗ്യ വിഭാഗം. തായ്ലാന്റ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ 5ാം വരി പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. അണുബാധയുമായി ബാലിയിൽ നിന്ന് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി അറിയിച്ച വിക്ടോറിയൻ ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് NSW മുന്നറിയിപ്പ്. സംസ്ഥാനത്തൊട്ടാകെ 5 പുതിയ കേസുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ടോറിയ ചീഫ് ഹെൽത്ത് ഓഫീസർ അറിയിച്ചതാണ് ഇക്കാര്യം. നോർത്ത് ടെറിട്ടറിയിലെ ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് നിയമവിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും നിർദ്ദേശിക്കുന്നു. കൂടുതൽ തടവുകാർക്ക് ഇടം നൽകാൻ തടവറകൾക്ക് ശേഷിയില്ലാത്തതിനാൽ നോർത്തേൺ ടെറിട്ടറി സർക്കാർ പുതിയ തടവറകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഇത് തടവുകാരുടെ എണ്ണത്തിൽ വർധനവിന് കാരണമാവുകയും കോടതി ജയിൽ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അനിയന്ത്രിതമായി കാറ്റിലും ഉഷ്ണതരംഗ സാഹചര്യങ്ങളിലും മെൽബണിന്റെ കിഴക്കൻ മേഖലയിലെ കാട്ടുതീ അപകടകരമാം വിധം പടരുന്നു. വീടുകൾക്ക് സമീപം നിയന്ത്രണാതീതമായ രീതിയിൽ ഉയരുന്ന തീ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്തുള്ള വീടുകളുടെ ദിശയിൽ കാറ്റ് വീശുന്നതിനാൽ മോൺറോസ്, കെൽസിത്ത് എന്നിവിടങ്ങളിലെ നിവാസികൾ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് കൺട്രി ഫയർ അതോറിറ്റി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 8 ഹെക്ടറിലധികം പ്രദേശത്ത് ഇതുവരെ തീ പടർന്നിട്ടുണ്ട്. 40-ലധികം അഗ്നിശമന സംഘങ്ങളും 300ഓളം ഹെലികോപ്റ്ററുകളും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മെൽബണിലെ ലിൻഹർസിലെ ഷോപ്പിംഗ് സെന്ററിന് സമീപം നടന്ന സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. രൂക്ഷമായ സംഘർഷം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പ്രതിക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗനിർണയത്തിനയച്ച ശരീരഭാഗങ്ങൾ കാണാതായ സംഭവത്തിൽ ആശുപത്രി ജീവനക്കാരന് സസ്പെൻഷൻ. ഹൌസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരൻ അജയ് കുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെയും മറ്റ് നിരവധി രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള താരിഫ് യുദ്ധം ശക്തമാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കൊള്ളയടിയുടെയും ചൂഷണത്തിന്റെയും സ്വഭാവം വീണ്ടും തെളിയിക്കുന്നുവെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മുമ്പിൽ നരേന്ദ്രമോദി സർക്കാർ കീഴടങ്ങിയെന്നും AIKS കുറ്റപ്പെടുത്തി.
കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് വൻ അപകടം. 4 കാറുകളാണ് കൂട്ടിയിടിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് സംഭവം. റോഡിന് നടുവിലെ മീഡിയൻ മുകളിലൂടെ എതിർദിശയിലെത്തിയ കാർ 3 വണ്ടികളിൽ ഇടിക്കുകയായിരുന്നു. കാർ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതാണ് അപകടകാരണമെന്നാണ് സൂചന. താമരശ്ശേരി പെരുമ്പള്ളിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാനില്ലെന്ന പരാതി. പെരുമ്പള്ളി ചോലയ്ക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൾ 13 വയസ്സുള്ള ഫാത്തിമ നിദയെയാണ് കാണാതായത്. മാർച്ച് 11-ാം തീയതി മുതലാണ് പെൺകുട്ടിയെ കാണാതായിട്ടുള്ളത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.